പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഒരു ചെറിയ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാരമായ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 1-6 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചേരണമേ. 6-ാം വാക്യം, സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് കന്യാകം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. നാം ഈ സങ്കീർത്തനം നോക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ ആദ്യം ഭാഗം നാം വായിച്ചു കൊടുക്കുമ്പോൾ സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ ദാവീദിൻ്റെ ഒരു ധ്യാനം. സീഫർ ചെന്ന് ശൗലിനോട്, ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം, സീഫർ ചെന്ന് ശൗലിനോട് പറയുന്നു, ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ധ്യാനിച്ച ഒരു ധ്യാനമാണ് ഈ സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ദാവീദ് പറയുന്നു, ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. ദാവീദിന് ശരിക്കും ദൈവത്തിൻ്റെ നാമത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ദാവീദ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദാവീദിന് അപ്രകാരം ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ എന്നുള്ളത്. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവത്തിൻ്റെ ശക്തി, കാരണം ദൈവത്തിൻ്റെ ശക്തി ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ നാമത്തിന് എത്രമാത്രം ബലമുണ്ട് എന്ന് തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ദാവീദ്. കാരണം ഫിലിസ്തീനുമായി യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് അവരുടെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിക്കുവാനൊക്കെ തുടങ്ങിയപ്പോൾ, ഇസ്രായേലിനെ നിന്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നിന്ദിച്ച എൻ്റെ ദൈവമായ, നീ നിന്ദിക്കുന്ന ആ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്, ആ യഹോവയുടെ നാമത്തിലാണ് ആ മലനായ ഗോലിയാത്തിനെ നേരിടുവാൻ സാധിച്ചത്. ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രം ഉണ്ടെന്ന് ദാവീദിൻ്റെ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. പ്രിയ ദൈവമക്കളെ, നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ നാമത്തിന് എത്രമാത്രം മഹിമയുണ്ടെന്ന്, എത്രമാത്രം ആ നാമത്തിന് ഉയർന്നിരിക്കുന്നതാണ്. സകല നാമത്തിന് മേലായ നാമം എന്നാണ് ബൈബിളിൽ കാണുന്നത്. ഈ നാം വിശുദ്ധ ബൈബിൾ നോക്കുകയാണെങ്കിൽ പലവിധ നാമങ്ങൾ കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ യഹോവയുടെ നാമം, തിരുനാമം, അങ്ങനെ പലവിധമായ നാമങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ പല ദേവന്മാരുടെ നാമം ചൊല്ലി ഇതിനകത്ത് ശാപങ്ങളെ ഒക്കെയും ഈ ബൈബിള് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ നാമങ്ങൾക്കൊക്കെയും സകല നാമത്തിനു മേലായൊരു നാമമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം ഈ ഭൂമിയിൽ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയിലും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന്. കാരണം യേശുവിന് മാത്രമേ എന്ത്, കാരണം നാം നോക്കുകയാണെങ്കിൽ പല ദേവന്മാരുടെയും നാമമൊക്കെ ചൊല്ലി പലരും പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മൾക്ക് അറിയുവാൻ കഴിയും. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ. എന്നാലും നമ്മുടെ കർത്താവായ ആ നാമത്തിന് പറയുന്നു, മറ്റൊരുത്തനും രക്ഷിതനും രക്ഷയിൽപ്പെടുവാൻ ആകാശത്തിലേക്ക് മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമം ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കുവാനും നമുക്ക് രക്ഷ പ്രാപിക്കുവാനും ഒരു യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമത്തിനും കഴിയത്തില്ല. പലപ്പോഴും നാം ആ നാമവും ആ ദൈവത്തിൻ്റെ ആ ഒരു നാമത്തിൻ്റെ ആ ഒരു എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അതിനെ ആശ്രയിക്കാൻ കഴിയും. നമ്മുടെ ആശ്രയം പലതിലായിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ദൈവപ്രവൃത്തിയും ദൈവത്തിൻ്റെ നാമത്തിലുള്ള ശക്തിയും ദൈവത്തിൻ്റെ നാമത്തിലുള്ള വിടുതലും മനസ്സിലാക്കുവാൻ കഴിയാത്തത്. നമ്മുടെ ജീവിതത്തിലെ യഹോവയുടെ നാമം അല്ലാതെ നമ്മുടെ ദൈവത്തിൻ്റെ നാമം എത്രമാത്രം നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നു, ദൈവത്തിൻ്റെ നാമം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ, ദൈവനാമം മഹിമപ്പെടുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുന്നു. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും വിടുതലുവാൻ സാധിക്കും. രോഗമായിട്ട്, ദുഃഖമായിട്ട്, കടബാധ്യതയായോട്ടെ, തലമുറയില്ലാത്ത വിഷയമായിട്ട്, ഏത് വിഷയത്തിനും എല്ലാ വിഷയത്തിനും പരിഹാരം നൽകുവാൻ യേശുവിൻ്റെ നാമത്തിന് കഴിയും. അല്ലെ, യേശുവിൻ്റെ നാമത്തിന് നമ്മൾക്ക് അത് എന്നേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന, കർത്താവിൻ്റെ നാമം എന്നേക്ക് സ്ഥിരപ്പെട്ട നാമമാണ്. അത് 2 കൊരിന്ത്യർ 6-20 വാക്യം വായിച്ചു കൊടുക്കുമ്പോൾ, അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കണം, നിന്റെ നാമം സ്ഥാപിക്കുമെന്ന്. അങ്ങനെ നമുക്ക് സ്ഥാപിക്കുവാൻ പറ്റിയൊരു നാമം, നമുക്ക് ഉയർത്തുവാൻ പറ്റിയൊരു നാമം
അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. ആ നാമത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയില്ല. എല്ലാ നാമത്തിനും മേലായ നാമമാണ് ആ നാമത്തിന്. ആ നാമത്തിന് മുമ്പാകെ എല്ലാ സമയത്ത് 54-6 സമയത്തോടെ ഞങ്ങൾ ഭംഗിയായിട്ട് നാമം നല്ലത്. അത് നല്ലതെന്ന് പറയുവാൻ ഈ ലോകത്തിലൊരു നാമമുള്ളൂ, അവൻ്റെ മഹത്വമുള്ള നാമം. ആ കർത്താവിൻ്റെ നാമം, അത് ആ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേൽ ക്രോധം പകരണമേ എന്നൊക്കെ സങ്കീർത്തനക്കാരൻ 29 പറയുന്നുണ്ട്. എന്നാൽ ആ നാമം വിശുദ്ധവും ഭയങ്കരവുമാണ്. സങ്കീർത്തനം 111 വാക്യം വായിച്ചു നോക്കുമ്പോൾ പറയാം, അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. അപ്പം ആ നാമം യഹോവയ്ക്ക് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവയുടെ നാമം ആശ്രയിപ്പാൻ, നമ്മൾക്ക് ഈ ലോകത്തിൽ ആശ്രയിപ്പാൻ, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ. കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ഈ നാമത്തെ, തിരുനാമത്തിൽ ഏത് സമയത്ത് ഈ നാമത്തെ ഓർക്കുവാൻ, ഈ നാമം മാത്രം ഉയർന്നിരിക്കുന്ന നാമമാണ്. സദൃശവാക്യങ്ങളിൽ ഇപ്പോൾ പറയുന്നത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അഭയം പ്രാപിക്കുവാൻ പറ്റിയൊരു നാമമാണ്. ഏത് വിഷയമായിട്ട്, ഏത് പ്രതിസന്ധി ആയാലും നാം ദൈവത്തിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ ആ നാമത്തിൽ നമ്മളെ ഉയർത്തുവാൻ കഴിയും. കാരണം അത് മഹത്വമുള്ളൊരു നാമമാണ്. യെശയ്യാ 63-6 വാക്യം വായിക്കുമ്പോൾ, നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നില്ല, നീ യഹോവേ നമ്മുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു. നമുക്ക് വീണ്ടെടുത്തത്, നമ്മളേത് സ്ഥിതിയിലാണെങ്കിലും ഈ ലോകത്തിൻ്റെ പാപത്തെ നീക്കുവാൻ അവൻ കാൽവരി ക്രൂശിൽ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി, കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി തൻ്റെ അവസാന തുള്ളി ചോരയും യാഗമായി തീർന്ന ആ യേശുവിൻ്റെ നാമത്തിന് കഴിയാത്ത ഒരു കാര്യം. ഈ പ്രഭാതകാലം ആ നാമത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ആ നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ നാമത്തിന് ഉയർത്തുമെങ്കിൽ, ആ നാമത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഏത് വിഷയമായാലും ഏത് പ്രശ്നമായാലും പരിഹാരം ലഭിക്കുമെന്ന് ഞാൻ രാവിലെ കാലം ഉറപ്പോടെ പറയുന്നു. കാരണം ആ നാമത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം. എത്ര മനോഹരം! ആ മനോഹരമായ ആ ദൈവത്തിലുള്ള സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം. ഹോശേയ 12:5 പറയുന്നു, യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പോൾ ആ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് യോവേൽ പ്രവചനം 2-32 വാക്യം. ആ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ നാമത്തിൽ ആശ്രയിക്കണം, ആ നാമത്തെ വിളിച്ചപേക്ഷിക്കണം, ആ നാമത്തെ അന്വേഷിക്കണം. നമുക്ക് ഏത് രാത്രിയായിട്ട് പകലായിട്ട് ഏത് പ്രശ്നമായിട്ട് ആ സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കൊള്ളാവുന്ന ഒരൊറ്റ നാമം. സന്നാളിൽ യഹോവ ഏകന, അവൻ്റെ നാമം ഏകവുമായിരിക്കും. ഈ ഭൂമിയിൽ മറ്റൊരു നാമം, ഏകനായ ദൈവത്തിൻ്റെ നാമത്തെ നാം ആശ്രയിച്ച് അവനെ ഭയപ്പെട്ട് അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ, ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏത് തന്നെ ആയിട്ടാണ്, നിങ്ങളുടെ പ്രയാസങ്ങൾ ഏത് തന്നെ, ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിനാണ് നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന, ആ വിഷയത്തിൻ്റെ കർത്താവിൻ്റെ നാമത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തിയാൽ ന്യായം പാലിച്ചിരുന്നൊരു കർത്താവുണ്ട്. വിഷയങ്ങളുടെ മധ്യേ പ്രയാസപ്പെട്ട് നാം ഇരിക്കുവാനല്ല, യഹോവേ നിൻ്റെ നാമം നല്ലതെന്ന് ചൊല്ലി രാവിലെ കാലം അതിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ ചെറിയ സന്ദേശം വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.